ഹലോ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 13ാമത്തെ ചാപ്റ്ററാണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേഴ്സൻ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ 100 ആണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബൈ 100 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രോബ്ലം തൊട്ട് നോക്കാം. നമുക്കിതിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം വരുന്നത് 50%നെ ഫ്രാക്ഷൻ ആക്കണം. 50%നെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക? 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ്. ദെൻ അതിനെ കട്ട് ഷോർട്ട് ചെയ്യുന്നു, സീറോസ് കട്ട് ചെയ്യുന്നു, അപ്പോൾ 1/2 കിട്ടും. കണ്ടോ? തൊട്ടടുത്ത പ്രോബ്ലം നോക്കിയാൽ 25% എന്ന് പറഞ്ഞാൽ 25/100 ആണ്. അപ്പോൾ കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 1/4 കിട്ടും. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കണ്ടാൽ 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ്. 25% എന്ന് പറഞ്ഞാൽ 25/100 ആണ്. അപ്പോൾ 75% എന്ന് പറയുന്നത് എന്തായിരിക്കും? 75/100 ആയിരിക്കും. 20% എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/100 ആയിരിക്കും. ഇവിടെ കണ്ടോ, 75/100 എന്ന് പറയുമ്പോൾ 75ലും 100ലും കോമൺ ആയിട്ട് 25 ഉണ്ട്. 75ൽ 3 ടൈംസ്, 100ൽ 4 ടൈംസ്. 20/100 എന്ന് പറയുമ്പോൾ 20ൽ 0യും 100ൽ 0യും ഈക്വൽ നമ്പർ ഓഫ് സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞു. 2ൽ 1 ടൈംസ്, 10ൽ 5 ടൈംസ്. സോ ആൻസർ 1/5 വന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാപ്ടോപ്പിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും സ്മാർട്ട് വാച്ചിൻ്റെയൊക്കെ ഒറിജിനൽ പ്രൈസ് തന്നിട്ട് ഇത്ര ശതമാനം റിഡക്ഷൻ ഉണ്ട്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വില കുറവാണ്. അപ്പോൾ റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള കറണ്ട് പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടീച്ചർ അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ലാപ്ടോപ്പിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 65,000 രൂപയാണ്. അതിന് 10% റിഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിഡക്ഷൻ കഴിച്ചിട്ട് 65,000 രൂപ കൊടുക്കേണ്ടി വരുമോ? വരില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. റിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ വില കൊടുക്കേണ്ടി വരില്ല, അതിന് കൊടുത്താൽ മതി. അപ്പോൾ 65,000 എന്ന് പറയുന്നത് മുഴുവൻ തുകയാണ്, 100% തുകയാണ്. അത് കൊടുക്കണ്ട, 100% വില കൊടുക്കണ്ട, 10% കിഴിവ് കൊടുത്താൽ മതി. അപ്പോൾ 100 - 10, അപ്പോൾ 65,000ൻ്റെ 90% വില നമ്മൾ കൊടുത്താൽ മതി. അതാണ് ടീച്ചർ അവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. 65,000 ഇൻറ്റു 90% എന്ന് പറഞ്ഞാൽ 90/100. തുല്യ എണ്ണം, ഈക്വൽ നമ്പർ ഓഫ് സീറോസ് കട്ട് ചെയ്തു. അപ്പോൾ 650 ഇൻറ്റു 90 കിട്ടി. 65 ഇൻറ്റു 9 മൾട്ടിപ്ലൈ ചെയ്തു, 585 കിട്ടി. 650ൽ 1 പൂജ്യവും 90ൽ 1 പൂജ്യവും ചേർത്ത് എഴുതി. അതായത് 65,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 58,500 രൂപ കൊടുത്താൽ മതി. ഇനി അടുത്തത് മൊബൈൽ ഫോണിൻ്റെ നോക്കാം. മൊബൈൽ ഫോണിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. 20% റിഡക്ഷൻ ഉണ്ട്. അതായത് 25,000 രൂപ മുഴുവൻ കൊടുക്കണ്ട, 100% വില കൊടുക്കണ്ട, 20% കിഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 100 - 20, 80%. അതായത് 25,000ൻ്റെ 80% കൊടുത്താൽ മതി. അപ്പോൾ 25,000ൻ്റെ 80% എന്ന് പറഞ്ഞാൽ 25,000 ഇൻറ്റു 80/100. തുല്യ എണ്ണം പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. 250 ഇൻറ്റു 80 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 25 ഇൻറ്റു 8 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 200 കിട്ടും. 250ൽ 1 പൂജ്യവും 80ൽ 1 പൂജ്യവും ചേർത്ത് എഴുതാം. 20,000 രൂപ. അതായത് 25,000 രൂപയുടെ മൊബൈൽ ഫോൺ ഓഫർ കഴിഞ്ഞ് 20,000 രൂപ കൊടുത്താൽ മതി. അടുത്തതും ഇതുപോലെ തന്നെ സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ചിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. പക്ഷേ 30% റിഡക്ഷൻ ഉണ്ട്. അതായത് 100% വില കൊടുക്കണ്ട, 100 - 30, 70% കൊടുത്താൽ മതി. അപ്പോൾ 12,000ൻ്റെ 70% കാണാം. 12,000 ഇൻറ്റു 70/100. തുല്യ എണ്ണം പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. ബാക്കി 12 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84. 120ൽ 1 പൂജ്യവും 70ൽ 1 പൂജ്യവും ചേർത്ത് എഴുതുമ്പോൾ 8,400 രൂപയാണ് കിട്ടുക. അതായത് 12,000 രൂപയുടെ വാച്ചിൽ നമ്മൾ വെറും 8,400 രൂപ കൊടുത്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയാലും അതിൻ്റെ 2% അദ്ദേഹം ഡൊണേഷന് വേണ്ടിയിട്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഒരു മാസം അദ്ദേഹത്തിന് 25,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ആ മാസം എത്ര രൂപയായിരിക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 25,000ൻ്റെ 2% കാണണം. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒരു മാസത്തെ വരുമാനം 25,000 രൂപ, 25,000ന് 2%. അപ്പോൾ 25,000 ഇൻറ്റു 2/100. ശതമാനം എന്ന് പറഞ്ഞാൽ 100 ആണ്. തുല്യ എണ്ണം പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. 25 ഇൻറ്റു 2 50, 250ൽ 1 പൂജ്യം ചേർത്ത് എഴുതി. അപ്പോൾ എത്ര രൂപയാണ്? 500 രൂപയാണ് അദ്ദേഹം ആ മാസം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട തുക.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരാളുടെ വാർഷിക വരുമാനം ആനുവൽ ഇൻകം 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണെങ്കിൽ ടാക്സ് കൊടുക്കണം. എത്ര ടാക്സ് ആണ് കൊടുക്കേണ്ടത്? 5% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഇൻകം 3.5 ലക്ഷമാണെങ്കിൽ 3.5 lakh ആണെങ്കിൽ എത്ര രൂപയായിരിക്കും ടാക്സ് കൊടുക്കേണ്ടത്? 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര രൂപയാണെങ്കിലും 5% കൊടുക്കേണ്ടത്. അപ്പം 3.5 ലക്ഷം എന്ന് പറയുന്നത് ഈ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ്. അപ്പോൾ 3.5 ലക്ഷത്തിനും എത്ര രൂപ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? എത്ര ശതമാനം തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്? 5% തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. 3.5 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം ഇൻറ്റു 5/100 ഈക്വൽ നമ്പർ ഓഫ് സീറോസ് കട്ട് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 16,500 രൂപ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ആനുവൽ ഇൻകം 7.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഈ 7.5 ലക്ഷം രൂപ വരുമ്പോൾ 5 ലക്ഷത്തിന് കൂടുതൽ എമൗണ്ട് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അതിൽ ടാക്സ് കാൽക്കുലേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? ആദ്യത്തെ 5 ലക്ഷത്തിന് സാധാരണ നോർമലായിട്ടുള്ള 5% ടാക്സ് തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം വരുന്ന തുകയ്ക്ക് 5 ലക്ഷം കഴിഞ്ഞ് എത്ര തുകയാണോ വരുന്നത് ആ തുകയ്ക്ക് 20% ടാക്സ് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ 7.5 ലക്ഷം രൂപയാണുള്ളത്. അപ്പം നമ്മൾ ആ 7.5 ലക്ഷത്തിന് 2ആയിട്ട് ഭാഗിക്കുകയാണ്. 5 ലക്ഷം പ്ലസ് 2.5 ലക്ഷം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? 5 ലക്ഷത്തിന് 5% കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ടീച്ചർ എഴുതി വെച്ചേക്കുന്നത്. ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 5 ലക്ഷത്തിൻ്റെ 5%. 5 ലക്ഷം ഇൻറ്റു 5/100 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25,000 രൂപ കിട്ടും. ബാക്കിയുള്ള തുക 7.5 ലക്ഷത്തിൽ 5 ലക്ഷം കഴിഞ്ഞിട്ടുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ലക്ഷമാണ്. അതിൻ്റെ 20% കൊടുക്കണം. അപ്പോൾ 2.5 ലക്ഷത്തിൻ്റെ 20%. അപ്പോൾ 2.5 ലക്ഷം ഇൻറ്റു 20/100 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 50,000 രൂപ കിട്ടും. അങ്ങനെ ഈ രണ്ട് തുകകളും കൂട്ടുമ്പോൾ 25,000 പ്ലസ് 50,000 എന്ന് പറയുന്നത് 75,000 രൂപയാണ് അദ്ദേഹത്തിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.